നന്മയുടെ മനോഹരമായ ഒരു കഥ ഇതാ. മനോഹരമായ ഒരു ഗ്രാമത്തിൽ പുഷ്പങ്ങൾ നിറഞ്ഞ താഴ്വരയിൽ ദയയും സ്നേഹവും നിറഞ്ഞ ഒരു വൃദ്ധൻ താമസിച്ചിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ സ്നേഹത്തോടെ അപ്പൂപ്പൻ എന്ന് വിളിച്ചു. അപ്പൂപ്പന് ധാരാളം സമ്പാദ്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയം സ്വർണം പോലെ തിളങ്ങി. ഓരോ ദിവസവും രാവിലെ അപ്പൂപ്പൻ ഗ്രാമത്തിലെ ഓരോ വീടുകളിലും പോയി അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുമായിരുന്നു. ആർക്കെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ സ്വന്തം കാര്യം പോലും മറന്ന് അദ്ദേഹം ഓടിയെത്തി സഹായിച്ചു. രോഗികളെ ശുശ്രൂഷിക്കാനും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാനും വഴിയറിയാതെ വിഷമിക്കുന്നവരെ സഹായിക്കാനും അപ്പൂപ്പനൊരു പ്രത്യേക സന്തോഷമായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിൽ വലിയൊരു ക്ഷാമം വന്നു. മഴയില്ലാത്തതുകൊണ്ട് കൃഷിയെല്ലാം നശിച്ചു. ആളുകൾ പട്ടിണിയിലായി. എല്ലാവരും ഭയത്തോടെയും ദുഃഖത്തോടെയും ഇരുന്നു. അപ്പൂപ്പനും ദുഃഖമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം തളർന്നില്ല. അദ്ദേഹം ഓരോ വീട്ടിലും പോയി അവശേഷിച്ച ധാന്യങ്ങളും പച്ചക്കറികളും ശേഖരിച്ചു. എന്നിട്ട് എല്ലാവരെയും ഒരുമിച്ചിരുത്തി പങ്കിട്ടെടുത്തു. സ്വന്തമായി കുറച്ചുമാത്രം എടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ വിശപ്പ് മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചു. അതുമാത്രമല്ല, അപ്പൂപ്പൻ അടുത്തുള്ള നഗരത്തിലേക്ക് കാൽനടയായിപ്പോയി. അവിടെയുള്ള വ്യാപാരികളെയും നല്ല മനസ്സുള്ളവരെയും കണ്ട് സഹായം അഭ്യർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ നല്ല മനസ്സ് കണ്ടറിഞ്ഞ പലരും ധാന്യങ്ങളും വസ്ത്രങ്ങളും നൽകി സഹായിച്ചു. അപ്പൂപ്പൻ തിരികെ ഗ്രാമത്തിലെത്തി എല്ലാവർക്കും അത് പങ്കിട്ടുകൊടുത്തു. അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി ഗ്രാമീണർക്ക് വലിയൊരാശ്വാസമായി. അവരുടെ കണ്ണുകളിൽ സന്തോഷവും നന്ദിയും നിറഞ്ഞു. ക്ഷാമം കഴിഞ്ഞു. വീണ്ടും നല്ല കാലം വന്നു. മഴ പെയ്തു. കൃഷി തഴച്ചു വളർന്നു. ഗ്രാമം പഴയ സന്തോഷത്തിലേക്ക് മടങ്ങി. അപ്പോഴും അപ്പൂപ്പൻ തന്റെ നല്ല പ്രവൃത്തികൾ തുടർന്നു. അദ്ദേഹം പഠിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുള്ളത് കുറവാണെങ്കിലും സ്നേഹത്തോടെയും ദയയോടെയും മറ്റുള്ളവരുമായി പങ്കിടുമ്പോൾ അത് വലുതാവുന്നു. നന്മ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന സന്തോഷം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. കാലം കടന്നുപോയി. അപ്പൂപ്പൻ ഓർമ്മയായി. പക്ഷേ അദ്ദേഹത്തിന്റെ നന്മയുടെ കഥ ആ ഗ്രാമത്തിലെ ഓരോ കുട്ടിയും ഓർത്തു. അവർ അപ്പൂപ്പനെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും പഠിച്ചു. അങ്ങനെ ആ ഗ്രാമം എന്നും നന്മയുടെയും സ്നേഹത്തിന്റെയും വിളനിലമായി തുടർന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു.